ഒരു നിമിഷം മതി അള്ളാഹുവിന് നമ്മളെ ഒന്നുമല്ലാതെയാക്കാൻ. വയനാട് ജില്ലകളിലൊക്കെ പല ഏരിയകളിലും വലിയ ആശങ്കയിലാണ് പലരും. ഒരു മെഡിക്കൽ കോളേജ് അവിടെയില്ല, ഒരു എയർപോർട്ട് സംവിധാനം അവിടെയില്ല. പടച്ച റബ്ബേ, ചുരമാർഗം തന്നെ പലപ്പോഴും ആശങ്കയുടെ മുൾമുനയിലാണ് യാത്ര ചെയ്യുന്നത് പലരും. അള്ളാഹുവിന്റെ പ്രത്യേക കാവലുണ്ടാവട്ടെ. ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ആകെ വിറങ്ങലിച്ച് നിൽക്കുന്നൊരു സാഹചര്യമാണ്. അള്ളാഹുവെ, എത്ര മനുഷ്യ മക്കളാണ് മണ്ണിനടിയിലുള്ളത്, അതിൽ എത്ര പേർക്കാണ് നിലവിൽ ജീവനുള്ളത്. ചില മനുഷ്യരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ കൈകാലുകളുടെ അവസ്ഥ, മയ്യത്ത് കിട്ടിയതെന്ന് തിരിച്ചറിയാത്തവർ എത്ര ആളുകൾ. ഒന്നാകെ ആ വലിയ മലകൾ, കല്ലുകൾ, മരങ്ങളൊക്കെ കുത്തി ഒഴുകുമ്പോ അതിൽ ഒരു മനുഷ്യൻ പെട്ടുകഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കും. വലിയ കല്ലുകളും മരങ്ങളും അനുബന്ധ വിഷയങ്ങളും ഒക്കെയായി അനുഭവിക്കുന്നൊരു പ്രയാസം എത്രമേൽ വലുതായിരിക്കും. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ടാവട്ടെ. അള്ളാഹു എല്ലാ ദുരിതങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കട്ടെ. യജമാനനായ റബ്ബേ, നീ പൂർണ്ണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാൻ. അവിടെ വീണ്ടും വീണ്ടും ഉരുൾപൊട്ടലുകൾ നടക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, രക്ഷാപ്രവർത്തനം നടത്തുന്നവർ അനുഭവിക്കുന്ന ആശങ്ക തന്നെ എത്രയായിരിക്കും. അല്ലാഹുവേ, നീയാണ് കാവൽ, നീ കാക്കണമേ റബ്ബേ. നിന്റെ കാവലുണ്ടാകണമേ റബ്ബേ. എല്ലാ അർത്ഥത്തിലും എല്ലാ മതവിഭാഗങ്ങളെയും നീ കാക്കണമേ റബ്ബേ. എല്ലാം മനുഷ്യരാണ്, വേദന ഒന്നാണ്, അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരുപോലെയാണ്. പൂർണ്ണമായ കാവൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്നിച്ച് ഒരൽപ്പം സലാത്തുന്നാരിയ, അതിന്റെ ബറക്കത്ത് കൊണ്ട് റാഹത്ത് കിട്ടണം. അല്ലാഹുവേ, നീ റാഹത്ത് നൽകണേ اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുന്നാരിയ കബൂലാക്കണേ അല്ലാ. ഈ സ്വലാത്തുന്നാരിയയുടെ ബറക്കത്ത് കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരിപൂർണ കാവൽ നൽകണമേ അല്ലാ. അല്ലാഹുവേ, ന്യൂസുകളൊക്കെ ഇന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കരുണയുള്ള മനുഷ്യന്റെ മനസ്സിന് അല്ലലും അലട്ടലും ഉണ്ടാക്കുന്ന ദയനീയ കാഴ്ചകളാണ്. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ അവസ്ഥ തന്നെ ഏതാണ്? അല്ലാഹുവേ, എത്രയെത്ര മനുഷ്യരാണ് എല്ലാം മറന്ന് ആ സമർപ്പണം നടത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. എല്ലാവർക്കും ഹിമ്മത്തും റാഹത്തും നൽകണമേ അല്ലാ. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കണേ അല്ലാ. എല്ലാ കെടുതികളിൽ നിന്നും പരിപൂർണ കാവൽ നൽകണമേ അല്ലാ. ഞങ്ങളെ കൂട്ടത്തിൽ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരിലാർക്കെങ്കിലും ആ നിലയിലുള്ള ആപത്തുകളോ അപകടങ്ങളോ നിന്റെ സാബിക്കായ ഖളായിൽ നീ കണക്കാക്കിയെങ്കിൽ ആ തീരുമാനമൊന്ന് മാറ്റി റാഹത്ത് നൽകണമേ അല്ലാ. മുഅ്മിനീങ്ങളെ, അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ഇസ്മു ഞാൻ ചൊല്ലിത്തരാം. വലിയ താല്പര്യത്തോടെ ആ പരിശുദ്ധമായ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ടതാണ്. ഒന്നാമതായി ഞാൻ ചൊല്ലിത്തരുന്നത് യാ ഫത്താഹു യാ അല്ലാ എന്ന ദിക്റാണ്. ഫത്താഹ് എന്നാൽ തുറന്നു കൊടുക്കുന്നവനെന്നാണ് അർത്ഥം. എല്ലാം തുറന്നു കൊടുക്കണം, എല്ലാം റാഹത്ത് കിട്ടണം, പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാവണം, ദുരന്തങ്ങളിൽ നിന്ന് കരകയറണം. ആ ഒരു നീയത്തോടെ മനസ്സറിഞ്ഞ് ചൊല്ലിക്കോളൂ. യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ.
يا فتاح يا الله لا إله إلا الله 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 يا وهاب 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 يا الله لا إله إلا الله يا رزاق 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 يا الله لا إله إلا الله يا الله لا إله إلا الله يا رزاق يا الله لا إله إلا الله يا ودود يا الله لا إله إلا الله يا ودود يا الله لا إله إلا الله എല്ലാവരും ഉഷാറായിട്ട് ചൊല്ലി അള്ളാഹു ഇത് കബൂലാക്കി തരട്ടെ, അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. അതിൻ്റെ ഒക്കെ ഒരു ബറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാ ബലാ മുസീബാത്തുകളെ തൊട്ടും നമ്മളെ കാക്കട്ടെ. മനസ്സറിഞ്ഞ് ചൊല്ല് മുഅ്മിനെ, മനസ്സറിഞ്ഞ് ചൊല്ലണേ. യാ വദൂദു യാ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ വദൂദു യാ അല്ലാഹു ലാ إله إلا الله يا ودود يا الله لا إله إلا الله يا ودود يا الله لا إله إلا الله ودود يا الله يا إله إلا الله يا مجيد يا الله لا 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 إله إلا الله يا مجيد يا الله إلا الله يا قوي يا الله لا إله إلا الله يا قوي يا الله لا إله إلا الله يا قوي يا الله لا إله إلا الله
യാ ഖവിയ്യു യാ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ ഖവിയ്യു യാ അല്ലാഹു ഇലാഹ ഇല്ലല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം ലാ 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 ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. നിന്റെ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. കഷ്ടപ്പെടുന്നവർ അനവധിയാണ്, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ അനവധിയാണ്, ദുരന്തങ്ങൾ വേട്ടയാടുന്നവർ അനവധിയാണ്. എന്താണ് ഒരു പരിഹാരം, എങ്ങനെയാണ് പരിഹാരമെന്നറിയാത്തവർ അനവധിയാണ്. ആരോട് പറയണം, എങ്ങനെയാണ് ഒരു സഹായം കിട്ടുക എന്ന് കരുതി ജീവൻ മരണ പോരാട്ടങ്ങൾ നടത്തുന്നവർ അനവധിയാണ്. ഇന്നലെ ഈ സമയത്ത് അല്ലാഹുവേ, നാളെ ഈ സമയത്തിന്റെ അവസ്ഥ ഇങ്ങനെയാകുമെന്നറിഞ്ഞിരുന്നില്ലല്ലോ. കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെയാകുമെന്നവർ നനച്ചിരുന്നില്ലല്ലോ. എല്ലാം നിന്റെ ഖദർ ഖലാ ആണ്, നിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ രക്ഷപ്പെടാനാവില്ല. റബ്ബേ, നീ രക്ഷ നൽകണേ അല്ലാ. ഞങ്ങളിൽ ഓരോരുത്തരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു കാക്കട്ടെ.